ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ചരിത്രം മൂന്നാം ഭാഗം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ പ്രധാന വിഷയം കൈവെപ്പ് ശുശ്രൂഷയെക്കുറിച്ചായിരുന്നല്ലോ. എന്താണ് കൈവെപ്പ് ശുശ്രൂഷ എന്ന് ലഘുവായി പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമസഭയിൽ കൈവെപ്പ് ശുശ്രൂഷകളിലൂടെയാണ് ശുശ്രൂഷകരെ നിയമിക്കുന്നത്. അനുഗ്രഹങ്ങളും നൽവരങ്ങളും നൽകാനായി കൈ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന പതിവ് ബൈബിളിൽ പഴയ നിയമകാലം മുതൽ നടന്നു വരുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8 അധ്യായം 17 പറയുന്ന പ്രകാരം പുതിയ നിയമകാലത്ത് പരിശുദ്ധാത്മ സ്നാനത്തിനായും അപ്പോസ്തല പ്രവൃത്തികൾ 6:6, 1 തീമോത്തിയോസ് 4 അധ്യായം 14 വാക്യം, 5 അധ്യായം 22 വാക്യം, 2 തീമോത്തിയോസ് 1 അധ്യായം 6 വാക്യം എന്നീ ഭാഗങ്ങളിൽ ശുശ്രൂഷകനായി അവരോധിക്കുമ്പോഴും കൈ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചതായി കാണാം. ആ ശുശ്രൂഷ ഇന്നുവരെയും ക്രൈസ്തവ സഭകൾ തുടർന്നു പോരുന്നു. സിലോൺ പെന്തക്കോസ്ത് മിഷനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയും തമ്മിൽ ശക്തമായ സഹകരണ ബന്ധം നിലനിൽക്കവേ സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ ഒരു പുതിയ അധികാര കേന്ദ്രം ഉയർന്നു വന്നു. കോളേജ് അധ്യാപകനും മികച്ച ഭരണതന്ത്രജ്ഞനും വേദപണ്ഡിതനുമായിരുന്ന പാസ്റ്റർ ആൽവിൻ ഡി ആൽവിസ് ആണത്. സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ ഉപദേശങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാർക്കശ്യ സ്വഭാവം വ്യക്തമായിരുന്നു. അടുക്കും ചിട്ടയോടും കൂടി ഇന്ന് കാണുന്ന രീതിയിൽ പെന്തക്കോസ്ത് മിഷനെ ഒരുക്കിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാസ്റ്റർ ആൽവിൻ ഡി ആൽവിസ് ആയിരുന്നു. അദ്ദേഹം സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരിൽ നിന്ന് സ്നാനമേറ്റവർ വീണ്ടും സ്നാനമേൽക്കണമെന്നും എല്ലാ ശുശ്രൂഷകരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണമെന്നും ഉള്ള തീരുമാനം പാസ്റ്റർ ആൽവിൻ ഡി ആൽവിസ് നടപ്പിൽ വരുത്തി. യഥാർത്ഥത്തിൽ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സംബന്ധിച്ച് ഈ തീരുമാനം ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. പാസ്റ്റർ കെ ഇ എബ്രഹാം സ്നാനമേറ്റത് ബ്രദറൻ വിശ്വാസിയായിരുന്ന കെ വി സൈമണിൽ നിന്നായിരുന്നു. കെ വി സൈമൺ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. അതിനാൽ ആ സ്നാനം അംഗീകരിക്കുവാൻ സിലോൺ പെന്തക്കോസ്ത് മിഷന് കഴിയില്ല. ആറാമട കൊച്ചുകുഞ്ഞു സന്യാസിയെ സ്നാനപ്പെടുത്തുമ്പോൾ പാസ്റ്റർ കെ ഇ എബ്രഹാം ആത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല. സിലോൺ പെന്തക്കോസ്ത് മിഷൻ ഇവരുടെ സ്നാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നറിയിച്ചു. ഈ തീരുമാനം പിൻവലിക്കപ്പെടാൻ സാധ്യത തേടിയ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഒരു പ്രതിവാദം ഉയർത്തി. പാസ്റ്റർ പോളിനെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ക്ലിഫോർഡ് ആത്മസ്നാനം പ്രാപിച്ചിരുന്നുവെങ്കിലും ക്ലിഫോർഡിനെ സ്നാനപ്പെടുത്തിയയാൾ ബാപ്റ്റിസ്റ്റുകാരനായിരുന്നു എന്നൊരു പ്രതിവാദമായിരുന്നു ഉയർത്തിയത്. പാസ്റ്റർ പോൾ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പാസ്റ്റർ ആൽവിൻ ഡി ആൽവിസ് തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം എഴുത്തുകുത്തുകൾ അന്യോന്യം നടത്തിയെങ്കിലും പാസ്റ്റർ ആൽവിൻ ഡി ആൽവിസുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി 1930 ആരംഭിച്ച സിലോൺ പെന്തക്കോസ്ത് മിഷൻ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ബന്ധം 1933 ഉപേക്ഷിക്കുന്നതായി പാസ്റ്റർ കെ ഇ എബ്രഹാം പാസ്റ്റർ പോളിനെ അറിയിച്ചു. അങ്ങനെ 3 വർഷങ്ങൾ നീണ്ടുനിന്ന സഭകൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു. കെ സി ഉമ്മൻ ദാനം നൽകിയ കുമ്പനാട് ഹെബ്രോൻപുരത്തേക്ക് പാസ്റ്റർ കെ ഇ എബ്രഹാം താമസം മാറ്റി. പാസ്റ്റർ പോളിൻ്റെ അപ്പോസ്തോലിക കാലത്തെ വിശ്വാസ ജീവിതം എന്ന ആശയത്തിൽ അകൃഷ്ടനായ പാസ്റ്റർ കെ സി ഉമ്മൻ തൻ്റെ വസ്തുവകകളെല്ലാം സുവിശേഷ വേലയ്ക്കായി കൊടുക്കണം എന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു. കുമ്പനാട് ഹെബ്രോൻപുരത്തിന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന തൻ്റെ കുടുംബസ്വത്തായിരുന്ന ഏലീം ഹോളിരിക്കുന്ന സ്ഥലം വിറ്റുകിട്ടിയ കാശും ഹെബ്രോൻപുരത്ത് തൻ്റെ പേരിലുണ്ടായിരുന്ന 85 സെൻറ്റ് സ്ഥലവും സുവിശേഷ വേലയ്ക്കായി നൽകി. അതുകൂടാതെ കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡ് ഇരിക്കുന്ന സ്ഥലം കുക്ക് സാഹിബിന് വിലയ്ക്ക് നൽകി. ആ തുകയും സുവിശേഷ പ്രവർത്തനത്തിനായി നൽകിയ മഹത് വ്യക്തിയായിരുന്നു പാസ്റ്റർ കെ സി ഉമ്മൻ. 1922 മുതൽ 8 വർഷക്കാലം കുക്ക് സാഹിബിൻ്റെ ബംഗ്ലാവിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് പാസ്റ്റർ കെ സി ഉമ്മനായിരുന്നു. അന്ന് അദ്ദേഹം ഒരു വേർപാടുകാരനായിരുന്നു. എന്നാൽ കുക്ക് സാഹിബിൻ്റെ സാമീപ്യത്തിലൂടെ കൊടുന്തറ ഉമ്മച്ചൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി മാറി. 1930 കുക്ക് സാഹിബുമായി തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ നേതാക്കൾ സഭാബന്ധം വിച്ഛേദിച്ചപ്പോൾ കെ സി ഉമ്മനും അവരോടൊപ്പമുണ്ടായിരുന്നു. പിന്നീട് കുമ്പനാട്ടെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ഉമ്മച്ചൻ അതേ വർഷം പാസ്റ്റർ പോളിൽ നിന്നും ഓർഡിനേഷൻ ലഭിച്ചു. തൻ്റെ 53-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.